ബിഗ് ബോസ് മലയാളം സീസൺ 7 ടൈറ്റിൽ വിന്നറായി മാറിയ സന്തോഷത്തിലാണ് സീരിയൽ താരം അനുമോൾ. തുടക്കത്തിൽ പ്രേക്ഷകർക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്ന മത്സരാർത്ഥിയായിരുന്നു അനുമോൾ. എന്നാൽ രണ്ടാമത്തെ ആഴ്ച മുതൽ അനുമോൾ ട്രാക്കിൽ കയറി. വ്യക്തമായ ഗെയിം പ്ലാനോടാണ് അനുമോൾ ഷോയിലേക്ക് എത്തിയെന്ന് അതോടെ പ്രേക്ഷകർക്കും മനസ്സിലായി. എന്നാൽ പല പ്രവൃത്തികൾ മൂലവും ഹൗസിൽ എടുത്ത നിലപാടുകൾ മൂലവും നെഗറ്റീവ് ഇമേജാണ് പ്രേക്ഷകർക്കിടയിൽ അനുമോളിന് ലഭിച്ചത്. ഒരു ടാസ്ക് പോലും ജയിക്കാതെ, കൃത്യമായ ഒരു വ്യക്തിത്വം കാണിക്കാതെ, ഒരിക്കൽ പോലും ഹൗസ് ക്യാപ്റ്റനാകാത്ത മാറാത്ത അനുവിന് എങ്ങനെയാണ് ഇത്രയേറെ ജനപിന്തുണ ലഭിക്കുന്നതെന്ന സംശയവും പ്രേക്ഷകർക്കുണ്ടായിരുന്നു. ലക്ഷങ്ങൾ മുടക്കി PR വർക്കിന് ആളുകളെ വെച്ചതുകൊണ്ടാണ് അനുവിന് കപ്പ് നേടാനായതെന്നും ആക്ഷേപമുണ്ട്. പക്ഷേ ₹1,00,000 അല്ലാതെ ₹1 പോലും പിആറിന് കൊടുത്തിട്ടില്ലെന്നും തന്റെ പ്രകടനം കൊണ്ട് ലഭിച്ചതാണ് ജയിക്കാൻ കാരണമായ വോട്ടുകളെന്നാണ് ഷോയിൽ നിന്നും പുറത്ത് വന്നതിന് ശേഷം നിരന്തരമായി അനു പറയുന്നത്. തിരുവനന്തപുരം സ്വദേശിനി അനു ബിഗ് ബോസ് ടൈറ്റിൽ വിന്നറാകുന്ന രണ്ടാമത്തെ വനിത. ₹42,00,000 കാറുമാണ് അനുവിന് സമ്മാനമായി ലഭിച്ചത്. ഇപ്പോഴിതാ ജന്മനാട്ടിൽ അനുവിന് ലഭിച്ച സ്വീകരണത്തിന്റെ വീഡിയോ ആണ് ചർച്ചയാകുന്നത്. ആര്യനാട് ജംഗ്ഷനിലാണ് അനുവിന് വേണ്ടി സ്വീകരണം ഒരുക്കിയത്. തന്നെ സ്നേഹിക്കുന്നവരെ എല്ലാം ഒരുമിച്ച് കാണുന്ന സന്തോഷവും സ്നേഹവും അറിയിക്കുക എന്നായിരുന്നു പരിപാടിയിലൂടെ അനുവിന്റെ ലക്ഷ്യവും. പക്ഷേ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത് അനുവിന്റെ കുടുംബവും ഓൺലൈൻ മീഡിയയും. സ്ഥലത്ത് കുറച്ച് പൗരപ്രമുഖരും അനുവിന്റെ സുഹൃത്തുക്കളായ ഡയാന ഹമീദും ആതിര മാധവും ജിൻസിലേക്ക് പല ആവശ്യങ്ങൾ വന്ന കുറച്ചു പേരും മാത്രമായിരുന്നു. വാദിമേഖല അടക്കം എല്ലാം ഒരുക്കി വിപുലമായ പരിപാടി സംഘടിപ്പിച്ചെങ്കിലും പങ്കെടുക്കാൻ അനു പ്രതീക്ഷിച്ചവിടെ ജനക്കൂട്ടം ഒന്നും എത്തിയിരുന്നില്ല. സ്വീകരണ ചടങ്ങിൽ വീഡിയോ പുറത്തു വന്നപ്പോൾ അതുകൊണ്ട് തന്നെ PR അടക്കമുള്ള വീണ്ടും ചർച്ചയായി മാറുകയും ചെയ്തു. ബോട്ട് വെച്ച് വോട്ട് കയറ്റിയാൽ ഇതാകും സ്ഥിതി എന്നാണ് ഏറെയും വരുന്ന കമന്റുകൾ. അനുവിന് ലഭിച്ച വോട്ടുകൾ ഭൂരിഭാഗവും PRന്റെ കളികളുടെ ഭാഗമാണെന്ന് യഥാർത്ഥ പ്രേക്ഷകൻ നൽകിയതല്ലെന്നും കമന്റുകൾ വരുന്നു. സ്വന്തം നാട്ടിൽ പോലും വലിയൊരു ഓളം സൃഷ്ടിക്കാൻ അനിയന് കഴിയാത്തതും അതുകൊണ്ടാണെന്നും കമന്റുകൾ. ആദരിക്കാനെത്തിയ വീട്ടുകാരും കവലയിൽ കൂടിയൊക്കെ നിന്ന് കുറച്ചുപേർ മാത്രമാണോ? 4, 3, 7 പേര് മാത്രമേ ഉള്ളൂ. അതൊക്കെ അനീഷിന്റെ സ്വീകരണ ചടങ്ങ് കാണണം. യഥാർത്ഥ പ്രേക്ഷകരെ ആ പരിപാടിയിൽ കാണാൻ സാധിക്കും. വൻ സ്വീകരണം എന്നാണ് പേര്. പക്ഷെ കാണാൻ എത്തിയത് 5 പേര് മാത്രം. ഇതൊക്കെ കണ്ടിട്ട് ചിരി വന്നു. അവിടെ സ്റ്റാർ മാജിക് ടീം മൊത്തം വന്നിട്ടുണ്ട്. അവരെ കാണാൻ കുറച്ച് തൊഴിലുറപ്പ് അമ്മച്ചിമാരും പേരക്കുട്ടികളും മാത്രം. വീട്ടുകാർ തന്നെ ഏർപ്പാടാക്കി ആദരിക്കൽ ചടങ്ങ് എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ.